ആദ്യം എടുക്കുന്നത് ആദ്യം നമ്മുടെ ഗോൾഡൻ ബാക്ക് യെല്ലോ. ഗോൾഡൻ ബാക്ക് യെല്ലോ അല്ലേ? അപ്പൊ ടോപ്പിയാണ്. നല്ല രസമുള്ള റേറ്റ് ആണ്. യെല്ലോ പ്ലാന്റ് ചെയ്തിട്ടാണ്. ഫുഡ് വേണ്ട, എന്നാലും പെല്ലറ്റ് കൊടുക്കണത് നല്ലതാണ്. ഇത് 30. ഇത് നമ്മുടെ ചോക്കോ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് ബോഡി നല്ല ബ്ലാക്ക് പോലെയാണ് ഇരിക്കണം. അത് ഒരു ചോക്കോ ഷെയ്ഡാണ് വരുന്നത്. നല്ല ബോഡി തിക്നെസ് വരുന്നത്, നല്ല തിക്നെസ് വരുന്ന ടൈപ്പാണ്. ഇത് നമ്മുടെ ചെറിയ റെഡ് എന്ന് പറഞ്ഞിട്ട് പഴയ ചെറിയ റെഡ് വെറൈറ്റി. ഇല്ല, കുറവാണ്. ഇപ്പൊ എല്ലാരും ഫയർ റെഡ്, ബ്ലഡി മേരി അതിന്റെ പുറകെ. ഇത് നമ്മുടെ സ്നോ ബോൾ എന്ന് പറഞ്ഞിട്ട് പറയും. ഇതിപ്പോ കോമൺ അല്ല, ഇപ്പൊ എല്ലാരും അങ്ങനെ ചെയ്യാനില്ല സ്നോ ബോള്. കുറച്ചേരെ ചെയ്യണുള്ളൂ. നല്ല സ്വിം ചെയ്യണവരും സൈസ് വെക്കില്ല. ഈ സൈസ് ഒരു ക്രൈഫിഷ്. ഇത് പിങ്ക് അല്ലേ? നല്ല കളർഫുൾ ആണല്ലോ. ഈ സൈസ് കൊടുക്കാനുള്ളത്? ഈ സൈസ് നമുക്കുണ്ട്. കൺഫേം പെയർ ആണോ അതോ പീസ് ആയിട്ടാണോ? നമുക്ക് കൺഫേം പെയർ വയ്ക്കുന്നത് കൺഫേം പെയർ ആയിട്ട് കൊടുക്കാം. മെയിൽ ഫീമെയിൽ ആയിട്ടുണ്ട്. പിന്നെ അതല്ല പീസിൽ. ഇത് ഗോസ്റ്റ് വെറൈറ്റി ആണ്. റെഡ് ഗോസ്റ്റ് അല്ലേ? റെഡ് ഗോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡബിൾ കളർ വരുന്നതാണ്. ഇത് വൈറ്റും ഒരു റെഡ് ഷെയ്ഡും. നമുക്ക് സെയിം റേറ്റ് തന്നെ. അതേ റേറ്റ് തന്നെ. ഇത് നമ്മുടെ റെഡ് വെറൈറ്റി. ഓറഞ്ച് അല്ല, റെഡ് ആണ്. അത് സെയിം റേറ്റ് തന്നെ. ക്രൈഫിഷ് എല്ലാം സെയിം. ഇല്ല, നമുക്ക് പിങ്ക് പെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം പ്രൈസിൽ വ്യത്യാസം വരുന്നുണ്ട്. ബാക്കിയൊക്കെ കളർ നമുക്ക് ഏകദേശം സെയിം. ഇത് പുതിയൊരു വെറൈറ്റി ആണ്. പർപ്പിൾ കളറാണ്. അടിപൊളി, നല്ല കളർ അല്ലേ? ഇതെങ്ങനെ റേഞ്ച് വരും? ഇത് നമുക്ക് പീസ് വരുന്നത് ഒരു 250 to 500 റേഞ്ച്. ഒരു റേഞ്ച് വരുന്നുണ്ട്. കൺഫേം പെയർ ഉണ്ടാവും. പീസ് ഉണ്ടാവും. ഇത് മാർബിൾഡ് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ആണ്. ഇത് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് മെയില് വേണമെന്നില്ല ബ്രീഡ് ആവാനായിട്ട്. ചില ഒരു വെറൈറ്റിയിൽ അങ്ങനെ ഉണ്ട്. നമുക്ക് ഇത് ബ്രീഡ് ആവാനായിട്ട് മെയിലിൽ ആവശ്യമില്ല. മെയില് വേണ്ട, കുഞ്ഞുങ്ങളുണ്ടായിക്കോളും. നല്ല അത്യാവശ്യം കൗണ്ടും കിട്ടുന്നുണ്ട് ഈ വെറൈറ്റിന്ന്.